വെറുതെ ഒരു പേന വീണാലും കയറ്റുമ്പോൾ ഗ്ലാസ് പൊട്ടും. ആ ഗ്ലാസിന് മുകളിൽ കൂടെ നടന്നു നോക്കാൻ കേട്ടോ. ഇത് പൊട്ടിയാൽ എന്താ വെച്ചാൽ ഇതിന്റെ കാശ് പോകുന്നതാണ്. നമ്മുടെ വീട്ടിലൊരു അമ്മാവ് ഉണ്ടാവും. അമ്മാവ് വൈബിളുള്ള ആൾ പറയും തേക്കിൽ ചെയ്യണം, വീട്ടിൽ ചെയ്യണം. ദയവ് ചെയ്തിട്ട് ആ പണിക്ക് നിൽക്കണ്ട. വീട് നന്നാവണമെങ്കിൽ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ UPVC വിൻഡോ വേണം. നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട്, അതുപോലെ തന്നെ 20 years വാറണ്ടി, 20 വർഷം വാറണ്ടി, 20 വർഷം വാറണ്ടി ഉണ്ട്. 20 വർഷം വാറണ്ടി ഉണ്ട് UPVC. കേരളത്തിൽ നിങ്ങൾ എന്തോ റെക്കോർഡ് ഇട്ടുല്ലോ, അതൊന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ കൊല്ലം 1000 മേലെ പ്രൊജക്ട് ഇൻഡിവിജ്വൽ വീടുകൾ 1000-ലധികം പ്രൊജക്ടുകൾ ചെയ്തതാണ്. ഐഫയുടെ വർക്ക് നിങ്ങൾ തന്നെ ചെയ്യുന്നത്. ഐഫയുടെ വർക്കുകൾ നമ്മൾ ഐഫ ചെയ്യുന്ന വീടുകളിലൊക്കെ വർക്കുകൾ നിതിനും നിമോദ് ഭായും കൂടിയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഏനാമാവ് കരുവന്തലയിലുള്ളത് 5 എലമെന്റ്സിന്റെ കമ്പനിയിലാണ്. പ്രിയ സുഹൃത്തുക്കളുടെ ഒരു UPVC വിൻഡോ നിർമ്മിക്കുന്ന കമ്പനിയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഒരു മില്ല് നടത്തിയിട്ട് കൂടി ഒരു കാരണവശാലും നമ്മൾ ഇനി വുഡ് കൊണ്ട് നിർമ്മിക്കുന്ന ജനലും വാതിലും ഒന്നും വേണ്ട, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇഷ്ടം പോലെ ഇറങ്ങി എന്നുള്ളതാണ്. കൂടുതൽ നീട്ടി വലിച്ച് കൊണ്ടുപോകണില്ല. UPVC വിൻഡോന്റെ ഒരു കമ്പനി, അതിന്റെ ഓണർമാരെയും അവരുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും UPVC വിൻഡോയെ ബന്ധപ്പെട്ട ഓർഡർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്താൽ കണ്ടോളൂ. ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കും. നിതിനും നിമോദും ആണിത്. നിമോദുമായി നിതിൻ രണ്ടുപേരും ഈ ഒരു മേഖലയിൽ ഇപ്പോൾ കേരളത്തിലെ നമ്പർ 1 ആയി മാറിയിരിക്കുകയാണ്. 4 വർഷമായിട്ടുള്ളൂ. ഗൾഫിൽ നിന്ന് പ്രവാസികളായിരുന്നു. അവിടുത്തെ ബിസിനസ്, അവിടെ ജോലിയൊക്കെ നിർത്തിയിട്ട് വന്നതാണ്. തുടങ്ങിയ ബിസിനസ് സക്സസ്ഫുൾ ആയി. പക്ഷെ ഒരുപാട് പ്രതിസന്ധിയൊക്കെ അതിജീവിച്ചിട്ടാണ് അല്ലേ. പല ബിസിനസ്സുകാർക്ക് നിങ്ങൾ റോൾ മോഡലാണ്. നിങ്ങളുടെ ഡെഡിക്കേഷൻ. ബ്രദേഴ്സ് ഒന്നിച്ച് യാത്ര ചെയ്യാൻ പോയിട്ട് ഒരു വീട്ടിൽ തന്നെ താമസിക്കാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ. അപ്പൊ നിങ്ങൾ ഒന്നിച്ചാണ് എപ്പോഴും. കേരളത്തിൽ നിങ്ങൾ എന്തോ റെക്കോർഡ് ഇട്ടുല്ലോ, അതൊന്ന് പറഞ്ഞാൽ. എത്ര സ്ക്വയർ ഫീറ്റ് ചെയ്തതിന് എന്തോ റെക്കോർഡ്? നമ്മളൊരു കഴിഞ്ഞ കൊല്ലം 1000 മേലെ പ്രൊജക്ട് ഇൻഡിവിജ്വൽ വീടുകൾ 1000-ലധികം പ്രൊജക്ടുകൾ ചെയ്തതാണ്. അപ്പൊ ഈ പ്രൊജക്ട് ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ് നോക്കുന്നതെങ്കിൽ UPVC വിൻഡോയ്ക്ക് ഇവരെ സമീപിക്കാം. 5 എലമെന്റ്സ് കൊടുക്കുന്ന UPVC വിൻഡോയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒരു 3 എണ്ണം പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട്, അതുപോലെ തന്നെ 20 years വാറണ്ടി, 20 വർഷം വാറണ്ടി, 20 വർഷം വാറണ്ടി ഉണ്ട്. 20 വർഷം വാറണ്ടി ഉണ്ട്. UPVC ഓൾ കേരള അവൈലബിൾ ആണ് നമ്മുടെ സർവീസ്. ഡെലിവറിയാണ്. അതെ, ഡെലിവറി ആൻഡ് ഇൻസ്റ്റാളേഷൻ. ഐഫയുടെ വർക്ക് നിങ്ങൾ തന്നെ ചെയ്യുന്നത്. ഐഫയുടെ വർക്കുകൾ നമ്മൾ ഐഫ ചെയ്യുന്ന വീടുകളുടെ വർക്കുകൾ നിതിനും നിമോദ് ഭായും കൂടിയാണ് ചെയ്യുന്നത്. നമ്മളിതൊരു 8-10ഓളം മെഷീനറീസിൽ കയറി ഇറങ്ങിയിട്ടാണ് ഈ UPVC വിൻഡോ ആയിട്ട് മാറുന്നത്. കമ്പനി നമുക്ക് സപ്ലൈ ചെയ്ത പോലത്തെ ഒരു പ്രൊഫൈലാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സിംറ്റാസ്ട്രിക്സ് എന്നുള്ള മെറ്റീരിയലാണ്. 20 years വാറണ്ടി, മെയ്ഡ് ഇൻ ഇന്ത്യൻ പ്രൊഫൈലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 പ്രൊഫൈലാണ് ഈ സിംറ്റാസ്ട്രിക്സ്. ഇതൊരു 5.8 മീറ്ററിന്റെ ഒരു ചാനലാണ് നമുക്ക് കമ്പനി സപ്ലൈ ചെയ്യാം. ബാക്കിയൊക്കെ ഫാബ്രിക്കേറ്റർ, ഒരു ഫാബ്രിക്കേറ്റർ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട വർക്കുകളാണ്. UPVCയുടെ ഫുൾ ഫോം എന്താ? അൺപ്ലാസ്റ്റിസൈസ്ഡ് പോളി വിനൈൽ ക്ലോറൈഡ്. എങ്ങനെയാണ് ഒരു UPVC വിൻഡോ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഡബിൾ ഹെഡ് കട്ടിംഗ് മെഷീനാണ്. എങ്ങനെയാണ് ഇതിന്റെ 45-ലാണ് മൊത്തം കട്ടിങ് വരുന്നത്. ഇതിന്റെ ഉള്ളിൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് UPVC ഒരു ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ്. സ്ട്രെങ്ത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഉള്ളിൽ റീഇൻഫോഴ്സ്മെന്റ് ഇടും. അത് വിൻഡോസിന്റെ സൈസിനനുസരിച്ച് പല തിക്നെസ്സിനുള്ള റീഇൻഫോഴ്സ്മെന്റ് വേണം നമ്മൾ ഇടാൻ. GA റീഇൻഫോഴ്സ്മെന്റ് ആണ് ഇടുക. അത് ഞാൻ കാണിച്ചു തരാം. ഫില്ല് ചെയ്യാം അല്ലേ? അതെ. അപ്പൊ ഫസ്റ്റ് പ്രോസസ് കഴിഞ്ഞു. ഫസ്റ്റ് പ്രോസസ് കട്ടിങ് കഴിഞ്ഞ് റീഇൻഫോഴ്സ്മെന്റ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ കുടുംബം തൊള്ളി ഇടൂലേ, അതുപോലെ ഇതിന്റെ ലോക്ക് ഹോൾ ആണ് ഇത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ലോക്ക് ഹോൾ ചെയ്യുന്നത്. ഇത് ഇപ്പൊ സ്ലൈഡിങ്ങിനൊക്കെ ആണെങ്കിൽ ആ ട്രാക്ക് ഉണ്ടാവില്ലേ, ആ ട്രാക്കിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് പോകാൻ വാട്ടർ സ്ലോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ്. വാട്ടർ സ്ലോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ. വാട്ടർ സ്ലോട്ട്. ഇതിനെ വെള്ളം ഈ ട്രാക്കിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പോകും. ഇത് ഒരു കട്ടിംഗ് മെഷീനാണ്. നമ്മുടെ ഇപ്പോൾ ഓപ്പൺ വിൻഡോ ഒക്കെ വരുമ്പോൾ അതിന്റെ സെൻട്രൽ പോർഷൻ വരും. ഓപ്പൺ വിൻഡോ വരുമ്പോൾ 2 ഷട്ടറുകൾ അടയുമ്പോൾ വരുന്ന ഒരു മുള്ളി എന്നാണ് നമ്മൾ ടെക്നിക്കലി അതിനെ പറയാം. അതിന് കട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത്. ഫ്രെയിമുമ്മയ്ക്ക് കറക്റ്റ് ആയിട്ട് കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തത്. ഇത് കണക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കട്ടിങ് കൊടുക്കുന്നത് അല്ലേ? ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കണക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ജോയിന്റ് ആയിക്കോളും. അതെ, ഇതാണ് നമ്മുടെ മെയിൻ സാധനം. അതായത് UPVCയുടെ വെൽഡിംഗ് മെഷീൻ. അലുമിനിയത്തിന് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോർണർ ക്ലാമ്പിംഗ് ആണ്. UPVC നമ്മൾ 250 ഡിഗ്രിയിൽ അത് ഹീറ്റ് ചെയ്തിട്ട് വെൽഡ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഈ വെൽഡിങ്ങിനെ നമ്മൾ സീംലെസ് വെൽഡിംഗ് എന്ന് പറയും. പുതിയത് പഴയ ഒരു മെഷീൻ ഉണ്ട്, പഴയ ഒരു ടെക്നോളജി ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. ഒരു ഗ്രൂവ് ഉണ്ടാവും. പക്ഷെ ഇത് വെൽഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഗ്രൂവ് ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു സീംലെസ് ആണ് അതിന്റെ വെൽഡിങ്. UPVCയുടെ സീംലെസ് വെൽഡിംഗ് ആണ് ഇത്. കണ്ടില്ല, ഇവിടെ ഒരു പാടൊന്നുമില്ല. അത് കറക്റ്റ് ആയിട്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞു, ഉരുക്കിയിട്ട്. അപ്പോൾ വൈറ്റ് മാത്രമല്ല, വുഡിന്റെ കളറും വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ തന്നെ വുഡൻ കളറുകൾ 4 കളർ വരുന്നുണ്ട്. അതായത് ഇതിപ്പോ കളർ ഗോൾഡൻ ഓക്ക് ആണ്. ഗോൾഡൻ ഓക്ക്, ഡാർക്ക് ഓക്ക് ഉണ്ട്, മഹാഗണി ഉണ്ട്, വാൾനട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ കളർ ഉണ്ട്, പൈറൈറ്റ് ഗോൾഡ്, അലുക് സിൽവർ, ഗ്രേ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്.
അപ്പോൾ ഏതാണോ നമ്മുടെ വീടിന്റെ ഒരു കളർ സ്കീം അനുസരിച്ചിട്ട് നമുക്കിത് കൊടുക്കാൻ കഴിയും. അതാണ് അടിപൊളി. പണി കഴിഞ്ഞിട്ടില്ല, 2 കാര്യം കൂടി ചെയ്യാണ്ട്. ബീഡിങ് ഇടണം, ഗ്ലാസ് ഇടണം. ഗ്ലാസ് ഇട്ടതിന് ശേഷമാണ് ബീഡിങ് ഇടുക, ബീഡിങ് ഇട്ടതിന് ശേഷമാണ് ഗ്ലാസ് ഇടുക. ഗ്ലാസ് ഇട്ടതിന് ശേഷമാണ് ബീഡിങ് ഇടുക. ബീഡിങ് കട്ടിങ് ഇവിടുന്ന് കട്ട് ചെയ്യും. അതെ. ബീഡിങ് കട്ട് ചെയ്ത് അതും 45 കേട്ടോ. 45 ഇല്ലാത്തൊരു കളി UPVC വിൻഡോയ്ക്ക് ഇല്ലെന്ന് പറയാം. ഇതിന്റെ ഒരു മെയിൻ പാർട്ടാണ് ഹാർഡ്വെയർ. ഹാർഡ്വെയറിന് നമ്മൾ 10 years വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് ലോക്സ്, ഹിഞ്ചസ്, കാര്യങ്ങളൊക്കെ. ഗ്ലാസ് നമുക്ക് 5 mm തൊട്ട് 22-24 mm വരെ നമുക്ക് മാക്സിമം UPVC 24 mm ഇടാൻ പറ്റും. അതെ. DG ഗ്ലാസുകൾ വരും, അതായത് സൗണ്ട് പ്രൂഫ് ഗ്ലാസുകൾ. അല്ല, ഒരുപാട് സെക്യൂരിറ്റി വേണമെങ്കിൽ നമുക്ക് ലാമിനേറ്റഡ് ഗ്ലാസ്സിലേക്ക് പോകാം. ലാമിനേറ്റഡ് ഗ്ലാസ് എന്നൊക്കെ ഏറ്റവും മിനിമം ഒരു 11.5 ഒക്കെ വരും. 2 ഗ്ലാസുകൾക്കിടയിൽ ഒരു ഇന്റർലൈൽ വരുന്നതാണ് ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റിക്ക് വേണ്ടി നമുക്ക് സ്ലൈഡിംഗ് വിൻഡോസ്, സ്ലൈഡിംഗ് ചെയ്യുന്നുണ്ട്, സ്ലൈഡിംഗ് ഡോറുകൾ, പിന്നെ അതുപോലെ കേസ്മെന്റ് ഓപ്പൺ ടൈപ്പ്. സാധാരണ ഡോറിന് കേസ്മെന്റ് ടൈപ്പ്. അതെ. പിന്നെ സ്ലൈഡ് ആൻഡ് ഫോൾഡ്. അതായത് നമുക്കൊരു ബാൽക്കണി ഒക്കെ ആണെങ്കിൽ വൈഡ് ഓപ്പണിംഗ് വേണമെന്ന് വെച്ചെങ്കിൽ സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന ടൈപ്പിലുണ്ട്. ടിൽറ്റ് ആൻഡ് ടേൺ വിൻഡോസ്. നമുക്ക് കസ്റ്റമൈസ്ഡ് ആണ്. നമുക്ക് UPVC ഏതൊരു ഡിസൈനിലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കോട്ടയാടിൻ്റെ അവിടേക്ക് പോകുന്ന ഭാഗങ്ങളിലാണ് പ്രധാനമായി UPVC വിൻഡോ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു അമ്മാവുണ്ടാവും. വൈബിളുള്ള ആൾ പറയും തേക്കിൽ ചെയ്യണം, വീട്ടിൽ ചെയ്യണം. ദയവ് ചെയ്തിട്ട് ആ പണിക്ക് നിൽക്കണ്ട. നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത് തന്നെയാണ്. അതെന്നെ പറയണത്, വീട് നന്നാവണമെങ്കിൽ, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ UPVC വിൻഡോ വേണം. ഇതിപ്പോൾ 8 mm ഗ്ലാസ് ആട്ടാ. നമ്മൾ വെറുതെ ഒരു പേന വീണാലൊക്കെ 8 mm ഗ്ലാസ് പൊട്ടും. ആ ഗ്ലാസ്സിന് മുകളിൽ കൂടെ നടന്നു നോക്കാൻ കേട്ടോ. ഇത് പൊട്ടിയാൽ എന്താ വെച്ചാൽ ഇതിൻ്റെ കാശ് പോകുന്നതാണ്. പക്ഷേ നമ്മൾ ടെമ്പേർഡ് ഗ്ലാസ്സിന് വിശ്വസിച്ചിരിക്കുകയാണ്. ഇവിടെ 5 എലമെൻറ്റ്സിന് വിശ്വസിച്ചിട്ടാണ് ഇത് കൂടെ നടക്കുന്നത്. അപ്പോൾ ടെമ്പേർഡ് ഗ്ലാസ് ഒരു കാരണവശാലും പൊട്ടുകയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇനി നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ എങ്ങനെ കോൺടാക്ട് ചെയ്യും? ആരെ കോൺടാക്ട് ചെയ്യും? ഇപ്പോൾ ആർക്കിടെക്റ്റോ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ നമ്മൾ വീട് പണിയുന്ന ഒരു പ്രവാസിക്കാണെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഐഡിയ ഉണ്ടാവും. ഡയറക്റ്റ് കമ്പനീനെ വിളിച്ച് കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ. അതെ. ഓണർ തന്നെ വിളിക്കാനുള്ള സംവിധാനം ഉണ്ട്. പിന്നെന്താ, 9847333225. ഡയറക്റ്റ് വിളിച്ചോളൂ, ഡയറക്റ്റ് കൊട്ടേഷൻ എടുത്തോളൂ. പ്രിയ സുഹൃത്തുക്കളായ നിതിനും നിമോദിനും ഒരുപാട് ആശംസകൾ. ഒരുപാട് ഉയരത്തിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ UPVC വിൻഡോ എന്ന് പറയുമ്പോൾ തന്നെ 5 എലമെൻറ്റ്സ് നിന്ന പേരാണ് പല ആർക്കിടെക്റ്റും പറയുന്നത്. അത് നിങ്ങളുടെ ഒരു വിജയമായിട്ട് കണക്കൂട്ടാം. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തോ കേരളത്തിലുള്ള എവിടെ ആളുകളും തൃശ്ശൂർ MG റോഡിൽ വന്നിട്ട് 2700 സ്ക്വയർ ഫീറ്റിൽ മുഴുവൻ പ്രൊഡക്റ്റും ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സെയിൽസ് ടീമൊക്കെ അങ്ങോട്ട് ആയിരിക്കും. അതെ. അപ്പോൾ കോർപ്പറേറ്റ് ഓഫീസ് തൃശ്ശൂർ MG റോഡിലാണ്. നല്ല അഡ്രസ്സാണ്. വളരെ ക്വാളിറ്റിയുള്ള സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള 5 എലമെൻറ്റ്സിൻ്റെ ഒരു UPVC വിൻഡോ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, ഇത് 5 എലമെൻറ്റ്സ് ഒന്നല്ല, വീട് പണിയാണെങ്കിൽ UPVC വിൻഡോ വെച്ചാൽ മതി. പേഷ്യ വിൻഡോസ് അത് തന്നെ ചെയ്താൽ മതി, വേറൊരു ഓപ്ഷൻ ഇല്ല. 5 എലമെൻറ്റ്സ് ആണെങ്കിൽ കൂടുതൽ ഗ്യാരണ്ടി ഉണ്ട്. ഒരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നല്ല സർവീസോടുകൂടി നമുക്ക് വാങ്ങിക്കാൻ കഴിയും. വേറൊരു ഓപ്ഷൻ ഇല്ല.